എല്ലാം വലിയ നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്രയും പുരാതനമായ ഇത്രയും ഭക്തജനങ്ങൾ വരുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, കേരളത്തിന്റെ ധനവകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ, ബഹുമാനപ്പെട്ട പ്രിയങ്കരിയായ നമ്മുടെ മേയർ പ്രസന്ന എസ്, ബഹുമാനപ്പെട്ട MP NK പ്രേമചന്ദ്രൻ, ബഹുമാനപ്പെട്ട ഇരവിപുരം MLA നൌഷാദ്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ശരിക്കും കുടമാറ്റവും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സമയമായി കഴിഞ്ഞുവെങ്കിലും ചില ഓർമ്മകൾ വളരെ ചെറിയ പ്രായം മുതൽ പോകുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ക്ഷേത്രം. കണ്ണൂരിലാണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി പൂരം തുടങ്ങിയത്. ഇപ്പോൾ അതിന്റെ വലിയ വളർച്ചയിലാണ് പൂരം. എല്ലാം വലിയ നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്രയും പുരാതനമായ ഇത്രയും ഭക്തജനങ്ങൾ വരുന്ന ഒരു അമ്പലവും ആശ്രാമം മൈതാനവും ഒക്കെ അടുത്തടുത്ത് വരിക, അങ്ങനെ ഒരു പൂരത്തിന്റെ കൺസെപ്റ്റ് വരിക, അതിനുള്ള ഒരു സൗകര്യം കേരളത്തിൽ ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഇതേ കണക്കുള്ള ഒരു മൈതാനം, തൊട്ടപ്പുറത്ത് അഷ്ടമുടി, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം ബീച്ച്, അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതി നമുക്ക് വലിയ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഓരോ കൊല്ലം കഴിയും തോറും ഇത് മുന്നോട്ടല്ലാതെ പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുമില്ല. അടുത്ത പ്രാവശ്യവുമൊക്കെ ഇതിനേക്കാൾ ഗംഭീരമായി നടത്തും. ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കൊല്ലം എൻ്റെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഒരു കലയുടെ ഒരു ഹബ്ബാണ്. കലാകാരന്മാരും കലാപ്രവർത്തകരും കലയുമൊക്കെ ആ ഒരു ശീലം കൊല്ലംകാരുടെ രക്തത്തിലുണ്ട്, മനസ്സിലുണ്ട്. എവിടെയൊക്കെയോ ചെറിയൊരു അപജയം വന്നപ്പോൾ അത് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിരുന്നപ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള ഒരു വലിയ കുതിച്ചു കയറ്റം ആശ്രാമത്തിന് ചുറ്റിനും നമുക്കറിയാം. ഒരുപാട് കലാകാരന്മാരെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും വന്നു കഴിഞ്ഞു, ഇനിയും വന്നുകൊണ്ടിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആശ്രാമം മൈതാനത്തും ചുറ്റുപ്രദേശങ്ങളിലുമൊക്കെ. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതേപോലെയുള്ള, കേരളത്തിൽ ഇത്രയും വലിയ മൈതാനം വേറെ ഇല്ല, ഇതേപോലെയുള്ള മൈതാനങ്ങൾ കാണുമ്പോൾ രാവിലെ മുതൽ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളും യുവതികളുമെല്ലാം പല 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 കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും വൈകുന്നേരമാകുമ്പോൾ അതേപോലെ തന്നെ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള ഏറ്റവും ഫലപുഷ്ടിയായ അല്ലെങ്കിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ആശ്രാമം മൈതാനം. പിന്നെ മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളുണ്ട്. സ്ഥാനാർത്ഥികൾ കൊല്ലം പൂരം പ്രമാണിച്ച് ഇവിടെ വന്നിരിക്കുന്നു. 21-22 ദിവസമായി കാണും GP ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. ശ്രീ പ്രേമേന്ദ്രൻ എന്തെങ്കിലും രാഷ്ട്രീയം പറയുമോ എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കൂടെ കയറാവുന്നു. പക്ഷെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എൻ്റെ മുഖത്ത് ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, പറയില്ല. എല്ലാവർക്കും മനോഹരമായ പൂര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായി ഇനിയും പൂരം നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.